വെൽക്കം ബാക്ക് അഗൈൻ. ഷാമിലരിക്കോടാണ്. ഇപ്പോൾ നമ്മളിതാ ഇന്നുള്ളത് ആഗ്രയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആഗ്രയിൽ ട്രെയിൻ ഇറങ്ങി നല്ല പൊരി വെയിലാണ്. ഇപ്പോൾ അവിടെ നല്ല ഫോട്ടോഷൂട്ട് സെക്ഷൻ നടക്കുന്ന ഒരു ഏരിയയിലെത്തിയിട്ടുണ്ട്. ഡൽഹിയിലൂടെ കുറേ വട്ടം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആഗ്ര ഫോർട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ ഷാജഹാൻ പത്നിക്കും വേണ്ടി പണിതിട്ടില്ല നമ്മളെ താജ്മഹലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡൽഹി എത്തുന്നതിന് മുന്നേ ആഗ്രാകന്ത് എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് ആഗ്ര ഫോർട്ടിലോട്ട് പോവുക, അതുപോലെ തന്നെ ആഗ്ര ഫോർട്ടും താജ്മഹലും തൊട്ടടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണ് പോവുക, അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് എന്തൊക്കെ കാണാനുണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ വെയിൽ സെറ്റല്ലേ, ഒരു വെയിലാണ് കേട്ടോ. ഇതാ കൈമ സ്ലീവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി സൺക്രീം വാങ്ങിയിട്ട് ആകെ പുരട്ടണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് 4-5 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ വിടാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആഗ്ര അവിടുന്ന് ഇറങ്ങിയ അവിടെ തന്നെ കുറേ ടാക്സിക്കാർ നമ്മളെ വളഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരുടെ അടുത്തുനിന്നൊക്കെ നൈസായിട്ട് എക്സിറ്റ് അടിച്ച് പോകുന്നു. പിന്നെ അതെങ്ങനെ വന്നിട്ട് നമ്മൾ സാറോട് സാർ അപ്താനോ ഓക്കെ താങ്ക് യു. അപ്പോൾ സാറോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സാർ ഇതാ ഒരു ഓട്ടോറിക്ഷക്കാരനെ നമുക്ക് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അവരൊക്കെ 100-150 പറഞ്ഞു കൊടുത്ത് നമുക്ക് ഇതാ സാറ് കണക്ട് ചെയ്ത് തന്നുകൊണ്ട് താങ്ക് യു സാർ. കണക്ട് ചെയ്ത് തന്നുകൊണ്ട് ഇതാ 80 രൂപ കിട്ടിയിട്ടുണ്ട്. എന്നാ കയറ്. നമ്മളിതാ ദൂരമായിട്ട് ആഗ്ര ഫോർട്ട് കണ്ടോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആഗ്ര ഫോർട്ടിൻ്റെ പാർക്കിംഗ് ഉണ്ട്. കണ്ടോ അങ്ങനെ നമ്മളിതാ ടാക്സി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഓല് പറഞ്ഞു 100 രൂപ ആണെന്ന് പറഞ്ഞു. അവിടുന്ന് 80 പറഞ്ഞ് കയറി ഇവിടെ എത്തിയപ്പോൾ 100 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ അയാളെ സമാധാനം നമ്മളെയും സമാധാനത്തിന് 90 രൂപ എടുത്തിട്ടുണ്ട്. നമ്മളിത് ഫോർട്ടിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇവിടെ എൻട്രൻസ് ഉണ്ട്. എത്ര എമൗണ്ട് നോക്കുന്നത് നമുക്ക് പോയോ കേട്ടോ. ചാട്ടവാറോ ചാട്ടവാറ അടിച്ചാനിപ്പോൾ ആളില്ലല്ലോ നമ്മളെ അടുത്ത്. ചാട്ടവാറാണെന്ന് പറഞ്ഞേ. ചാട്ടവാറോ വേണ്ട. അപ്പോൾ നമ്മളിത് ആഗ്ര ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് നമ്മൾ വന്ന ടൈം അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ എടുക്കണം എന്ന് പറഞ്ഞു. ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നിൽക്കുന്ന ടൈം തന്നെ അവിടെ ഓപ്പണായി. ഭാഗ്യത്തിന് ഇതാ ടിക്കറ്റ് 2 കിട്ടിയിട്ടുണ്ട്. ഒന്നിന് 50 രൂപ. ഇപ്പോൾ ആഗ്ര ഫോർട്ട് കയറാൻ ഒരാൾക്ക് 50 രൂപ കിട്ടും. നമുക്ക് കയറി വെക്കാം. ഇതാണ് ആഗ്ര ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ചീന്തി ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് എൻട്രൻസിലെ ഇതല്ല ബഡാവുമ്പോൾ സാധനമാണല്ലോ. കയറി വെക്കാം നറുക്കതിലെ ചെല്ല് മുന്നേ അല്ലേ. ഇവിടെ ഇതാ ചെക്കിംഗ് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ക്യാമറ അലൗഡ് ഓക്കെ. അപ്പോൾ നമുക്കിതാ ഫസ്റ്റ് ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ആദ്യം വരുന്ന ഓല് ബാഗ് കൊണ്ടുപോയിക്കോളി, ഡ്രസ്സും കാര്യങ്ങളാണെങ്കിൽ പ്രശ്നമല്ല, ഫുഡാണെങ്കിലേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിത് വലിയ ബാഗ് ആയതുകൊണ്ട് തന്നെ ഓൽക്ക് ചെറിയൊരു റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പോയൊക്കെ നമുക്ക് ക്ലോക്ക് റൂമിൽ 10 റുപ്യക്കാരം മിക്കവാറും. അപ്പോൾ ഇതാ ഈ വെയിലത്ത് ഇങ്ങനെ നടത്തിച്ചാലേ ഒരു ഇതില്ലാതെ. വാസ്തുശില്പവിദ്യയുടെ മനോഹരമായ കലവറയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കേട്ടോ. നമ്മളെ ഷാജഹാൻ നിർമ്മിച്ചിട്ടുള്ള റെഡ് ഫോർട്ട്, അതായത് ആഗ്രയിലെ റെഡ് ഫോർട്ട് എന്നറിയപ്പെടുന്ന ആഗ്ര ഫോർട്ടിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിതാ ജഹാംഗീർ മഹൽ, അതായത് അങ്കോരി ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയക്കാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ സെൻറ്ററിൽ കൂടെ പോവാം. അതാണല്ലോ അതിൻ്റെ ഒരു മജ. സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കണ്ടിട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കാണാനുള്ള ഒരു ഭംഗി ഉണ്ടാവും.
ജഹാംഗീർ ബാത്ത് ടബാണ് ഇട്ടത് നമ്മുടെ മുന്നിൽ കാണുന്നത്. വലിയൊരു പാത്രം ഇങ്ങനെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ വെച്ചേരിയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതാ ഈ സൈഡിലുള്ള സ്റ്റെപ്പിലൂടെ കയറിയിട്ട് ഇതിലോട്ട് ഇറങ്ങിയിട്ട് കുളിക്കുന്ന ഒരു പാത്രമാണ് ഇട്ടത്. നമ്മളെല്ലാവരും കാഴ്ചക്കാരായി എത്തിയതുപോലെ തന്നെ ഇതാ ഒരുപാട് ബസ്സുകളിലും കാറുകളിലുമായിട്ട് ഒരുപാട് സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ കോളേജുകളിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കേട്ടത്. നമ്മളിത് ഇപ്പം നിൽക്കുന്നത് ആഗ്ര ഫോർട്ടിലാണ്. ആഗ്ര ഫോർട്ടിൻ്റെ കുറേ ഏരിയകളുണ്ട് കേട്ടോ, കുറേ പഴയകാല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതിലൊരു ഏരിയയിലെത്തിയപ്പോൾ ഈ കാണുന്ന ഹോളുകളില്ലേ, ഈ ഒരു കണ്ണാടി, ഈ ഒരു ജനൽ കണ്ണാടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെ നമ്മളെ താജ്മഹൽ കാണാൻ പറ്റും. ഏകദേശം ഒരു 1-2 കിലോമീറ്റർ അപ്പുറത്താണ്. അതെന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതാ ദൂരെ കണ്ടോ, കറക്റ്റ് ഒരു പൊട്ട് പോലെ കാണുന്നുണ്ട് നമ്മളെ താജ്മഹൽ. നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ വിഷ്വലൊക്കെ പകർത്താണ്ട്. മീന മസ്ജിദ് കേട്ടോ, അതായത് 1631 1640 ആ ഒരു കാലഘട്ടത്തിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ പേഴ്സണൽ ആവശ്യത്തിനും വേണ്ടിയിട്ട്, അതായത് മൂപ്പര നിസ്കാരത്തിനും വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ചെറിയൊരു മസ്ജിദാണ് കേട്ടത്. കിട്ടില്ല സ്പോട്ടാണല്ലോ. പിന്നെ നോമ്പത്താണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാലേ അടപ്പ് ഉരുട്ടോ മക്കളെ. വെയിലിൻ്റെ ചൂട് അപാരം, അതിലേറെ ഭാരമാണ്. ഇത് നടന്നിട്ട് തീർന്നില്ല. ആഗ്ര ഫോർട്ട് എല്ലാവരുടെ ഫോട്ടോത്തിലും റീൽസിലൊക്കെ കാണുമ്പോൾ ആ ഫ്രണ്ടിലില്ല ചുവപ്പ് സാധനം മാത്രമേ ഉള്ളൂ വിചാരിച്ചത്. ഇത് കയറി വയ്ക്കുമ്പോൾ കുറേ പലതരം ബിൽഡിങ്ങുകൾ, കുറേ മസ്ജിദുകൾ കുറേ ഉണ്ട്. ഇനി നമുക്ക് ഇതാ മുന്നേക്ക് അങ്ങോട്ട് കൊട്ടം വെയിലുണ്ടാകും, കൊട്ടം വെയിലത്ത് കൂടെ അങ്ങനെ പോകാണ്ട് കണ്ടോ. അപ്പോൾ ഇതാ കിടിലൻ സ്പോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ വെയിലുകൊണ്ട് എന്ത് തട്ടുന്നൊരു ഐഡിയ ഇല്ല. ഇങ്ങോട്ട് കയറ്റൂല, അപ്പോൾ ഇങ്ങോട്ട് പോകണ്ട. അപ്പേ നടന്ന് ഒരു വിധമായിട്ടുണ്ട്. ഇനി നടന്നു കഴിഞ്ഞാൽ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ചെക്കൻ നല്ല തൊപ്പി കുമ്മനടിക്കണം. അപ്പം ഇനി നമുക്ക് മെല്ലെ ആ സൈഡൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ. അവിടെ ഒന്നുമില്ല, അതിലിങ്ങനെ നടക്കാനുള്ളൂ.
നേരെ ക്രോസ് പിടിച്ചു. ഇവിടുന്ന് പുറത്തിറങ്ങാണ്. അടപ്പൂരി പറഞ്ഞാൽ അടപ്പൂരി. എന്തായാലും പോയി വെക്കാം. വെയിലില്ലാത്ത വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കടന്നുറങ്ങാം. അപ്പോൾ അത് നമ്മൾ ആഗ്ര ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ആഗ്ര ഫോർട്ട് വരുന്നത്. ആഗ്ര വഴി കുറേ ട്രെയിനിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡൽഹിയിൽ വന്നിട്ടുണ്ട് എന്നല്ലാതെ ആഗ്ര ഫോർട്ടിലോട്ട് വന്നിട്ടില്ല. എക്സ്പീരിയൻസ് വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൈം 3:30 ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല വെയിലുള്ള ചൂടാ. രാവിലെ വരാൻ ശ്രമിക്കുന്ന പോലൊക്കെ. അപ്പോൾ എന്തായാലും എങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ നേരെ താജ്മഹൽ പോവാണ്. അപ്പോൾ നമ്മളിത് താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും കയറി നോക്കാം. എവിടെയാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മളിതാ ആഗ്ര താജ്മഹലിൻ്റെ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ഏരിയ ചെക്ക് ചെയ്യണം. നമ്മോട് ഇവിടെ വന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈൻ മാത്രമേ ഉള്ളൂ എന്ന്. അതായത് കൊറോണ ടൈം അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പോലീസുകാർ പറഞ്ഞു ടിക്കറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിങ്ങനെ വരികയാണ് കേട്ടോ. നമ്മളിതാ താജ്മഹലിക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തിക്കാണ്. അപ്പോൾ ഇത് അവിടെ പൈസയും പിടിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നോമ്പറക്കാനാകുമ്പോഴത്തേനും മതി വെള്ളം. അപ്പോഴേ പിടിച്ചേക്കണേ. നമ്മളെന്തിനാ വെള്ളം കരുതി വെച്ചാലേ താജ്മഹലിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കാൻ ടൈമാവും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് വെള്ളം കയ്യിലാണല്ലോ, അതിനാണ് ഇവിടുത്തെ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അടുത്തൊരു 5ാമത്തെ ആളാണ് നമ്മളത്. അപ്പോൾ നമുക്കെല്ലാം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ എന്താണ് കേട്ടോ സംഭവം. 2 കോയിനും ഉണ്ട്. ഇത് വരെ കൊണ്ടുപോകാൻ പറ്റാവും. അപ്പോൾ നമ്മൾ ആഗ്ര താജ്മഹലിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇവിടെ ക്ലോക്ക് റൂം വന്നിട്ട് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വലിയ ബാഗും അതുപോലെ തന്നെ അവിടെ ചെറിയ ലോക്കറിലൊന്നും കൊള്ളൂല. നിലവിലുള്ള ലോക്കറുകളൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ കുറച്ചേരം വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് പോലെ പേഴ്സണൽ ലോക്കർ, അതായത് പല ഫയലും കാര്യങ്ങളൊക്കെ വെക്കണ ലോക്കറിൻ്റെ ഇതിൽ നമ്മളത് വെച്ചിട്ടുണ്ട്. അപ്പം ലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ധൈര്യത്തിന് പ്രാർത്ഥന അല്ലേ, ബദരീങ്ങളെ കാത്തോളിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പോയൊക്കെ നമുക്ക്. അപ്പം ഇപ്പോൾ ടൈം ഇത് ഏകദേശം 5 മണിയായിട്ടുണ്ട്. 6 മണി വരെയല്ലോ എൻട്രൻസ്. നമ്മളെന്തായാലും വേഗം കയറിയിട്ട് ഉള്ളിലേക്ക് എന്തായാലും കയറുന്നില്ല ഇന്ന്. നമുക്കെന്തായാലും പിന്നെ ടൈം ഉണ്ടാകുമ്പോൾ വിശദമായിട്ട് അകത്തൊക്കെ കയറാം. ഇന്ന് പുറത്തൊക്കെ കയറി കണ്ട്. ഇന്ന് ഉള്ളിലേക്കില്ലല്ലേ, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഉള്ളിലേക്ക് എൻട്രൻസും ഇല്ല കേട്ടോ. അവിടുത്തെ കുറച്ച് നേരത്തെ പറഞ്ഞിനി. അപ്പോൾ എന്തായാലും നമ്മൾ പോയി നോക്കാം. ഇവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. നമ്മളെ മൊത്തത്തിൽ പരിശോധിക്കുന്ന ഒരു ഏരിയയാണ്. PPP അടിക്കുന്നുണ്ട്, പറ്റി നോക്കാം. അപ്പോൾ ഇതാ പരിശോധനയൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറാണ് കേട്ടോ. മിക്കവാറും ഇന്നത്തെ നോമ്പ് തുറ നമ്മളെ താജ്മഹലിൻ്റെ ഉള്ളിലാവാൻ സാധ്യത ഉണ്ട്. എന്തായാലും അടിച്ചാൽ ഫുള്ളുണ്ട്, അകത്തുള്ളൂ. ഇതാ ഒരു കുപ്പിയിൽ പകുതി വെള്ളം നമ്മൾ കൈ കരുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഓ ഇവിടെ തണലുണ്ടല്ലേ, സമാധാനം. അപ്പോൾ ഇതാ നമ്മൾ വന്ന ടൈം ചെറുതായിട്ടും വലുതായിട്ടും നല്ല രീതിയിൽ നമുക്ക് പാളിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം 5:30 ആയിട്ടുണ്ട്. അതായത് 5:15 ആയിട്ടുണ്ട്. താജ്മഹൽ ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ നേരത്തെ അങ്ങോട്ട് എത്താന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തലേ ദിവസം വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുക, എന്നിട്ട് രാവിലെ നേരത്തെ നീച്ച് താജ്മഹൽ കയറുക. എന്നാൽ നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ ഒരു ഒന്നല്ലെന്ന് വിചാരിച്ചിട്ട് കയറുകയാണ്. നാളേക്കൊക്കെ നമുക്ക് വേറെ പ്ലാനിങ്ങുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ വേഗം കയറിയിട്ട് കുറച്ച് നിറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഉപേദ നമുക്ക് എന്തൊക്കെ എടുക്കണം പറഞ്ഞാൽ ഉപേദ റീൽസ് എടുക്കണം. കുറേ പ്ലാനിങ്ങുകളായിട്ടാണ് കുറേ റീൽ എടുക്കാണ്ട്. അതായത് നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളത് ആഗ്രൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. താജ്മഹലിൻ്റെ കയറി നോക്കാം എങ്ങനെ ഉണ്ടാവും ആ ഒരു കനകമഹൽ കൊട്ടാരം. പോയി നോക്കാം. ഇവിടെ ആകെ ഫോട്ടോഷൂട്ടാക്കാറ് കേട്ടോ. പരക്കെ ഫോട്ടോ സെക്ഷനാണ്.
ഇതുണ്ടോ? അപ്പോൾ നമ്മളിത് ആ താജ്മഹലിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഫുൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യവാ, ഇവിടെ ഈ ഒരു കമ്പിമെന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ കിട്ടുക തന്നെ ഒരു ഭാഗ്യക്കാരൻ. കാരണം അതിന് മാത്രം ആൾക്കാരാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് ആ ഒരു ഏരിയയിൽ അവിടെ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. ഓക്കെ. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പത്നിക്കായി നിർമ്മിച്ച ആ ഒരു വെണ്ണക്കൽ കൊട്ടാരത്തിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ താജ്മഹലിൻ്റെ തൊട്ടടുത്തുള്ള ഫോട്ടോ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അയൽനാട്ടുകാർ തമിഴ്നാട്ടിലത്തെ കുറേ ഫ്രണ്ട്സിനെ വേറെ അടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഫോട്ടോഗ്രാഫർ ഉബൈദിനൊപ്പം ക്യാമറമാൻ. അപ്പോൾ എവിടെ ഐഫോൺ കണ്ടാലും ഓരോട് ഫോട്ടോ എടുപ്പിച്ചു. അതാണ് ഇപ്പോഴത്തെ ഉബൈദിൻ്റെ പരിപാടി. മുമ്പിൽ കുറേ ആൾക്കാരുണ്ട്. എന്തായാലും നമുക്ക് താജ്മഹലിൻ്റെ അടുത്തേക്ക് പോയിട്ട് വിഷ്വൽസ് ഒക്കെ എടുക്കട്ടോ. നമുക്ക് അകത്തേക്കുള്ള എൻട്രൻസ് നമ്മൾ എടുത്തിട്ടില്ല, കാരണം ഇപ്പോൾ ടൈം ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഓ, കിടിലൻ വ്യൂ ആണല്ലോടാ. 1631 മുതൽ 1654 വരെ 20,000-ഓളം ജോലിക്കാർ പണിയെടുത്തിട്ടാണ് കേട്ടോ ഇന്ന് ഈ നിലയിൽ നമ്മളെ മുന്നിൽ താജ്മഹൽ നിലനിൽക്കുന്നത്. നമ്മളിതാ താജ്മഹലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ തായ് ഭാഗത്ത് ഒരു മിനാരെന്താ ഈ സൈഡിലുണ്ട്, ആ സൈഡിലുണ്ട്. പിന്നെ ഇതാ 4 ഭാഗത്തുനിന്നും ഇങ്ങോട്ട് എൻട്രൻസിലുണ്ട് തന്നെ. അവിടെ ഒരു എൻട്രൻസ് ഗേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് അവിടെ ഒന്ന് കാണുന്നുണ്ട്. എന്തായാലും പോയേക്കാം. താജ്മഹലിൻ്റെ പ്രധാന ഗോപുരം പണിതിട്ടുള്ളത് ഇസ്മായിൽ ഖാൻ എന്ന ആളാണ് കേട്ടോ. അതുപോലെ തന്നെ മാർബിൾ മിനുക്കുപണി ചെയ്തിട്ടുള്ളത് ചിരഞ്ജീലാൽ എന്ന ഒരു ലാഹോറിയുമാണ്. അപ്പോൾ നല്ല അടിപൊളി സൺസെറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. സൂര്യനെ കാണാൻ കഴിയുമെന്ന് നമുക്ക് നോക്കി നോക്കാം. താജ്മഹൽ അവിടെ കിടിലനായി നിൽക്കുന്നുണ്ട് കേട്ടോ. വാ, താജ്മഹലിൻ്റെ നുറു കൂടെ സൈഡിൽ കൂടെ ഒരു സൂര്യാസ്തമയ. അപ്പോൾ നമ്മളിതാ ലോകാത്ഭുതങ്ങളിൽ 6ാം സ്ഥാനത്തുള്ള താജ്മഹലിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടുത്തെ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ പകർത്തി. ഇപ്പോൾ ഏകദേശം ടൈം 6:40 ആയിട്ടുണ്ട്. 6:51 മരുവാൻ കൊടുത്തു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഇറങ്ങാൻ പോവാണ്. അതുപോലെ തന്നെ ലോക്കർ റൂമിൽ നിന്ന് 7 മണി വരെ അവർ ടൈം ഉണ്ടാകത്തുള്ളൂ. അത് അതിൻ്റെ മുന്നേ അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ ഇറങ്ങിയിട്ട് ആകെ ഒരു കുപ്പി വെള്ളം നമ്മൾ കഴിഞ്ഞുള്ളൂ. കാരൊക്കെ വാങ്ങണം. അതുപോലെ തന്നെ വേറെ ഫുഡൊക്കെ കളക്ട് ചെയ്യാണ്ട് നോമ്പറക്കാൻ ടൈം ആകുമ്പോഴത്തേന്. അപ്പോൾ അങ്ങനെ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 6ാം സ്ഥാനത്തിലാകുമ്പോൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിലുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ലൈഫിൽ. എന്തായാലും ഹാപ്പിയാണ്. ഒരുപാട് നമ്മളെ ക്യാമറയൊക്കെ ചാർജ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മൊബൈൽ പിടിച്ചാണ്ട് നമ്മളെ ഉപയോഗിച്ച് ബാക്കിലുണ്ട്. അപ്പോൾ അവനെയും കൂട്ടി ബൈ ബൈ പറയാൻ കഴിയൂല. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ലൈഫിൽ ഫസ്റ്റ് ടൈം ആസ്വദിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അടിപൊളി എൻജോയ്മെൻറ്റ്, നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ലൈഫിൽ ഒരട്ടെങ്കിലും ഇവിടെ വന്ന് കാണാൻ ശ്രമിക്കുക. കിടിലൻ എക്സ്പീരിയൻസ് ആവും, അതേപോലെ കിടിലൻ അനുഭവമാവും. കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ ആരൊക്കെ കൂട്ടി വരാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇവിടുന്ന് നേരെ ഡൽഹി പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ തേടിയുള്ള യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.